Hi friends, welcome back to Fiveas Creations. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പാണ്. അപ്പോൾ നെയ്യപ്പം നമ്മൾ ഇതിന്റെ മുന്നേ ഉണ്ടാക്കിക്കിന് അത് അരി പൊതിർത്തിയിട്ടാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നെയ്യപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 200 ഗ്രാം ശർക്കരയാണ്. അത് നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി അത് ശർക്കര പാനീയമായിട്ട് എടുക്കണം. ശർക്കര നമ്മൾ ഇട്ടു, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും കൂടാതെ ഉരുക്കിയെടുക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. ഈ കളറ് കാണുമ്പം ഭയങ്കര ഡാർക്കാണെന്ന് തോന്നും. അത് ഈ ബ്ലീച്ച് ചെയ്യാത്ത ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളർ വരുന്നത്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം, എന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ശർക്കര വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. അത് 1 കപ്പ് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട കൂടാതെ അടിച്ചെടുക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ഏലക്കായ് പൊളിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകം, നല്ല ജീരകം, ക്യൂമിൻ സീഡും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 2 ടേബിൾ സ്പൂണ് റവ ആഡ് ചെയ്യാണ്. പിന്നെ ഇത് തേങ്ങാക്കൊത്താണ്, ചെറുതായിട്ട് കൊത്തിയെടുത്ത തേങ്ങ. പിന്നെ ഒരു നുള്ളു ഉപ്പ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ജീരകവും ഏലക്കായൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കരിഞ്ജീരകമാണ്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ, അതും ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ട് ഒരു വിസ്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പൊക്കെ നന്നായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾ കണ്ടില്ല എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുത്തത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ അരി പൊതിർത്തിയിട്ടുണ്ടാക്കുന്ന നെയ്യപ്പം ഉണ്ട്. അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് അരിയൊക്കെ പൊതിർത്താൻ മറന്നു പോയതൊക്കെയാണ്. നമുക്ക് നെയ്യപ്പം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ആകെ ടൈം എടുത്തത് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് അതൊന്ന് തണുപ്പിച്ചെടുക്കാനാണ്. ബാക്കി ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് നമ്മൾ ഇത് ബാറ്റർ റെഡിയാക്കി എടുത്തത്. നമുക്ക് നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളപ്പ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിലെ വെയിറ്റുള്ള ചീനച്ചട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ് എടുത്തത്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം.
ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് രണ്ട് സൈഡിൽ നിന്നും പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് എണ്ണ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇടാം. ഇനി നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മളെ നെയ്യപ്പങ്ങളെല്ലാം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം വീട്ടിൽ പൊടിച്ച പത്തിരിപ്പൊടി ആണെങ്കിൽ ഇതിലും നല്ല നെയ്യപ്പം നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേയൊക്കെ ഉണ്ടാക്കിയത് വീട്ടിൽ പൊടിപ്പിച്ച പത്തിരിപ്പൊടി വെച്ചിട്ടാണ്. ഇന്നിപ്പം ഞാൻ റെഡിമെയ്ഡ് പത്തിരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായി വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ പൊടിച്ച പത്തിരിപ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടും ഇതേ അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ സൂപ്പർ നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ.